നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളാണ്. ലോകമെമ്പാടും ജൂതന്മാർ വേട്ടയാടപ്പെട്ടപ്പോൾ അവരെ യാതൊരു വിവേചനവുമില്ലാതെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരേ ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എൻ്റെ പ്രിയ സുഹൃത്തായ, അതിലുപരി എൻ്റെ സ്വന്തം സഹോദരനായ നരേന്ദ്രന് ഇസ്രയേലിലേക്ക് സ്വാഗതം. നെസറ്റ് എന്ന ഇസ്രായേൽ പാർലമെന്റ് അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ വാനോളം പുകഴ്ത്തിയാണ് ഇസ്രായേൽ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തത്. ലോകവേദിയിലെ മികച്ച നേതാവാണെന്നും ഇസ്രായേലിന്റെ വലിയ സുഹൃത്തുമാണെന്നും മോദിയെ അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇതൊരു ഔദ്യോഗിക സൗഹൃദം മാത്രമല്ല, നരേന്ദ്രമോദി തനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണെന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞു. ഗൗരവമേറിയ ചർച്ചകൾക്കിടയിലെ രസകരമായ ഒരു നിമിഷത്തിൽ ലോകപ്രശസ്തമായ മോദി ഹഗ്ഗിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. മോദിയുടെ ആലിംഗനം വെറുമൊരു അഭിനയമല്ലെന്നും അതിൽ ആത്മാർത്ഥതയുണ്ടെന്നും പറഞ്ഞ നെതന്യാഹു ആ ആലിംഗനത്തിന്റെ ഊഷ്മളത പാർലമെന്റ് അംഗങ്ങൾക്കും കൈമാറാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ ചിരി പടർന്നു. 2017 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. അത് നരേന്ദ്രമോദിയായിരുന്നു. അന്ന് മെഡിറ്ററേനിയൻ തീരത്ത് ഇരുവരും ഷൂസ് അഴിച്ചു വെച്ച് വെള്ളത്തിൽ ഇറങ്ങി നടന്ന നിമിഷങ്ങൾ നെതന്യാഹു ഓർത്തെടുത്തു. അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഇന്ത്യ ഇസ്രായേൽ വ്യാപാരം ഇരട്ടിയായി, സഹകരണം 3 ഇരട്ടിയായി, പരസ്പര ധാരണ 4 ഇരട്ടിയായി വർദ്ധിച്ചു. ലോകത്ത് ആന്റിസെമിറ്റിസം അഥവാ ജൂതവിരോധം വീണ്ടും തലപൊക്കുമ്പോൾ ചരിത്രത്തിൽ ഒരിക്കലും ജൂതന്മാർ പീഡിപ്പിക്കപ്പെടാത്ത ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ നെതന്യാഹു നന്ദിയോടെ സ്മരിച്ചു. ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. എഴുന്നേറ്റ് നിന്നുള്ള കൈയടികളോടെയും മോദി മോദി എന്ന മന്ത്രധ്വനികളോടെയുമാണ് ഇസ്രായേൽ ജനത അദ്ദേഹത്തെ വരവേറ്റത്. തന്റെ പ്രസംഗത്തിൽ ടെൽ അവീവിനുള്ള ഇന്ത്യയുടെ ശക്തമായ പിന്തുണ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഗാസ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തീവ്രവാദത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശവും അദ്ദേഹം ലോകത്തിന് നൽകി. അത് ഹമാസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കേവലം വാണിജ്യപരമോ തന്ത്രപരമോ മാത്രമല്ല, അത് 2 സംസ്കാരങ്ങളും 2 നേതാക്കളും തമ്മിലുള്ള ഹൃദയബന്ധം കൂടിയാണെന്ന് ഈ സന്ദർശനം അടിവരയിടുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ നേർക്കാഴ്ചയാണത്. ന്യൂസ് ഡെസ്ക്.